നമ്മ ഉണ്ടാക്കുന്നു പുളിശ്ശേരി. നല്ല ഇന്ന് ഇല്ലത്തെ പുളിശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഉണ്ടാക്കുന്നു പറഞ്ഞ എന്തെല്ലാം അതിൽ ഇട്ടത്? അതിൽ കായ്, താളിൻ്റെ തണ്ട്, ചേമ്പിൻ്റെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണല്ലേ. ഇതിൽ വെള്ളം ഒഴിക്കുന്നു. ഒരുപാട് വെള്ളം ഒഴിക്കണോ? വേണ്ട, മുങ്ങാൻ പാകത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിന്ന് ഇല്ലത്തെ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. നല്ല മൺചട്ടിയിലാണ് ഇന്നത്തെ പുളിശ്ശേരി. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കട്ടെ? ഉപ്പില്ല, അത് വേവില്ല. മറ്റേ ഇത് ചേമ്പ് തണ്ട്. ഇതിൽ ചേമ്പിൻ തണ്ട്, വെള്ളരിക്ക, ചേമ്പിൻ തണ്ട്, വെള്ളരിക്ക, ഒരു നേന്ത്രക്കായ, പച്ച നേന്ത്രക്കായ ചേർത്ത് ഇത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അല്ലേ. അരപ്പിനായിട്ടിതാ ഞാനൊരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ജീരകവും കാന്താരി മുളകും ചേർക്കണം. അപ്പോൾ നമുക്ക് കാന്താരി മുളക് കുറച്ചിട്ട് ഇടാം. അപ്പോഴത്തേക്ക് ഇതാവട്ടെ. ഇപ്പോൾ തേങ്ങയുടെ പൊത്തി വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ വരുമ്പോഴത്തേക്ക് പൂച്ച. നമുക്കിപ്പോൾ ഒരു കുഞ്ഞി പൂച്ചാനെ കിട്ടിയിട്ടുണ്ടല്ലോ അമ്മ. എവിടുന്ന കിട്ടിയ കുഞ്ഞി പൂച്ചാനോ? ആരാന്നിനി ഉഷേച്ച തന്നെയാ. ഇപ്പോൾ കാന്താരി മുളക് പറിച്ചിട്ട് നല്ല നാടൻ പുളിശ്ശേരി. എവിടെയോ ഞാൻ കാന്താരി മുളക് കണ്ടിരുന്നല്ലോ. ആ നാട്ടിൽ ചെണ്ടുവല്ലി മുളച്ചിനമ്മ വാളിയതാ. കാട്ടില്ല വേണ്ട, ഓണത്തിന് വാങ്ങി പിന്നെ പൂവിൻ്റെ വിത്താണ്. ഇവിടെ വാളിയിട്ട് ഇടെല്ലാം മുളച്ചു. അപ്പം നമുക്ക് കാന്താരി മുളക് പറിക്കാം. ചെറിയ കാന്താരി മുളകല്ലേ, ഒന്ന് ചെറുത് പഴുത്തിങ്ങല്ലോ പൊടി പറഞ്ഞു. ഇത് കിട്ടിയാ കാണിച്ചേ? എരിവ് വേണം, കുറച്ചും കൂടെ വേണം. അതാമ്മേ അവിടെ കുരുമുളക് പിടിച്ചിട്ടുണ്ടോ ഇപ്രാവശ്യം? ഉണ്ടല്ലേ. അപ്പോൾ അമ്മ കാന്താരി മുളക് കുറച്ചിട്ടുണ്ട്. നമുക്ക് പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ കാന്താരി മുളക് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. കഴുകിയിട്ട് അതിൻ്റെ തണ്ട് കളയണമല്ലേ? തണ്ട് കളയണം. തണ്ട് കളഞ്ഞിട്ട് നമുക്ക് തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മോരുണ്ട്. അപ്പോൾ മോര് ഒഴിച്ചിട്ടാണ് ഇന്നത്തെ പുളിശ്ശേരി. മോര് ഒഴിച്ച പുളിശ്ശേരി. ആ മുടി പിടിക്കണേ അരക്കുമ്പോൾ. വിമാനം പോകുന്നുണ്ടോ ഒച്ചക്കും? പാല് പുതിയ സാധനം. അതാ പോയി. അപ്പോൾ നമുക്ക് ഇതാ പുളിശ്ശേരി. ഇനി കുറച്ച് ജീരകം ഇടണ്ടേ അമ്മേ? വേണം. ഒരു നുള്ളി ജീരകം എടുത്തിട്ട് ഞാൻ അരച്ചു തരാം. ഇവിടത്തേക്ക് എടുക്കണ? ഇവിടത്തേക്ക് കുറച്ച് ജീരകം ഇടും. അപ്പോൾ അരപ്പിന് വേണ്ട തേങ്ങ, കാന്താരി മുളക്. ഇനി എന്നാ ഇടണ്ട അമ്മയിൽ? ജീരകം. ഒന്ന് ജീരകം എടുത്തിട്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. മതി, ജീരകം അധികം വേണ്ട. കുറച്ച് ജീരകം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കാം കേട്ടോ. കുറേ നാളായി അമ്മേരെ അടുപ്പിൽ നിന്ന് പാചകം ചെയ്യാനായിട്ട് ഒരാൾ കമൻറ്റ് ഇടുന്നുണ്ട്.
കേട്ടാ. മര വീഡിയോ കാണുന്ന ആൾക്കാരില്ലേ, ആ പുറത്തിൽ അടുപ്പൊന്ന് പാചകം ചെയ്യണമെന്നെല്ലാം പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായി. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണമല്ലേ. ഇനി നമുക്കിത് നന്നായി അരച്ചിട്ട് വരാം അല്ലേ. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അരപ്പിന് ആവശ്യമായിട്ട്. അപ്പോൾ ഇത് നന്നായി അരച്ചിട്ട് വരാം. ഞാൻ ഇറക്കണോ അമ്മ ഇറക്കുന്നു? അമ്മ ഇറക്കാൻ പോകുന്നുണ്ടേ. അമ്മ അരക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തിള വരുന്നതേ ഇല്ല കേട്ടോ. അടുപ്പിൽ നന്നായി കത്തിച്ചിട്ടുണ്ട്. കുറേ നാളായി അടുപ്പ് ഉപയോഗിക്കാത്ത. മഴയെല്ലാം ആയതുകൊണ്ട് പുറത്തായതുകൊണ്ട് അടുപ്പെല്ലാം ആകെ നനഞ്ഞ് കുതിർന്നിട്ടുണ്ടായി. അപ്പോൾ ഇന്ന് ഇവിടെ ഷീറ്റെല്ലാം കെട്ടിയിട്ടുണ്ടായിന്. അമ്മ അപ്പുറത്ത് പണിയെടുക്കുന്ന സമയത്ത് ഷീറ്റെല്ലാം മാറ്റി അടുപ്പെല്ലാം വൃത്തിയായിട്ട് വെച്ചു. ഞാൻ പറഞ്ഞു ഇന്നത്തെ പാചകം അടുപ്പ് തന്നെ. ഇപ്പോൾ നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. കണ്ട പുളിശ്ശേരിക്കുള്ള അരപ്പ് റെഡി. അപ്പോൾ നമുക്ക് കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കറിവേപ്പില പറിക്കണം അല്ലേ. വലിയ കറിവേപ്പില മരമുണ്ട്. പക്ഷെ എന്തോ കറിവേപ്പില കന്നാൻ പറ്റിയ അമ്മേ. കറിവേപ്പില ഉണ്ട് കേട്ടോ ഇവിടെ. കറിവേപ്പില കണ്ട എന്തോ കുത്ത് വീണിട്ടുണ്ട്. എന്തായാലും ചെയ്യാമെന്നൊന്നും അറിയില്ല കേട്ടോ. കേട്ടോ മൊത്തത്തിൽ എന്തോ പറ്റിയിട്ടുണ്ട്. നല്ല ഇലയായിരുന്നു. ഇതിപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട്. ഇതാ ഇലക്കല്ലിൽ ഇതുപോലെ കുത്ത് വീണുണ്ട്. ഇന്ന് സംഭവം എന്നറിയില്ല കേട്ടോ. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കറിവേപ്പില താഴെ തന്നെ ഉണ്ട് കറിവേപ്പില. അപ്പോൾ ഇതിൽ നിന്ന് 2-3 തണ്ട് പറിച്ചെടുക്കാം. വീട്ടിൽ തന്നെ കറിവേപ്പില ഉണ്ടായതുകൊണ്ട് നമ്മൾ കറിയിൽ നല്ലോണം കറിവേപ്പില ഇടും കേട്ടോ. അപ്പോൾ 3-4 തണ്ട് കറിവേപ്പില പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കഴുകി എടുക്കണമല്ലോ അമ്മേ കറിവേപ്പില. ഉപ്പെടുത്താ ഇത് തിളച്ചോ നോക്കിയാമ്മ. ഇപ്പോൾ തിളച്ചത്രേ. വേവണ്ടേ? നല്ലോണം വേവട്ടെ. അടിക്ക് കുടിക്കുകയൊന്നും ചെയ്യില്ല. ഇതാ കറിവേപ്പില കഴുകണേ. അത് നോക്കട്ടെ തിളച്ചോ നോക്കട്ടെ. കറീൻ്റെ കഷ്ണമെല്ലാം വേകുന്ന സമയത്ത് പിള്ളേരെന്നാ പണിക്ക് നോക്കിയിട്ട് വരാം. ഇതാ 3 ആളും കൂടി ഇരുന്ന് കളിക്കുന്നുണ്ട്. എടാ എടാ നേരെ ഇരിക്കടാ, കഴുത്തിന് കുടുങ്ങിപ്പോവും. കണ്ട ഊഞ്ഞാലാടേ. എന്താ ഊഞ്ഞാല്? ആര് അവിടെ കെട്ടിയേ? അപ്പൊ എന്തോ അമ്മേ ഇവിടെ കോമഡി വർത്തിരിക്കുകയാണ്. ഒന്ന് വിചാരിക്കരുത്. അപ്പം എന്തുവാ അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടാ. ഇനി ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കല്ലുപ്പാണ് കേട്ടോ ഇട്ടിട്ട്. അത് ഇഷ്ടം കല്ലുപ്പാന്ന് പുളിശ്ശേരി. പക്ഷെ കല്ലുപ്പ് ഉണ്ടായാൽ നല്ലതാണ്. പക്ഷെ പൊടിയുപ്പ് അത്യാവശ്യം വേണം. കാരണം മീനെല്ലാം പൊരിക്കുന്ന സമയത്ത് പൊടിയുപ്പ് തന്നെ വേണം. അത് മാത്രമല്ല മെഴുക്ക് വരട്ടിയെല്ലാം ഉണ്ടാക്കുമ്പോൾ പൊടിയുപ്പ് വേണം. ഇല്ലെങ്കിൽ ഉപ്പ് അങ്ങനെ തന്നെ ഉണ്ടാവും അലിയാണ്ട്. ആ ഒരു പ്രശ്നം മാത്രം.
അമ്മ ഡയലോഗെല്ലാം എടുക്കുന്നുണ്ട്. എൻ്റെ പുളിശ്ശേരി നല്ല സൂപ്പർ ടേസ്റ്റ് ഒക്കെ നോക്കാം. ഇത് ഏകദേശം വന്നു അമ്മ. അമ്മ കഷ്ണങ്ങൾ വന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്തിട്ടേ ഈ പിടിച്ച വേഗം പിന്നെ ചൂടാവില്ല. ഇതല്ലേ ആ നമുക്ക് അരവിലേക്ക് മോരൊഴിച്ച് കൊടുക്കാം. പുളിക്ക് ആവശ്യമായ മോരൊഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ആ തേങ്ങ അരച്ച് അതിലേക്ക് തന്നെ മോരൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ചേർത്തെടുക്കാം. ഇതിലേക്ക് 4 തണ്ട് കറിവേപ്പില എടുക്കണ്ട. ചെറിയ കറിവേപ്പില തണ്ടാണ്, അതുകൊണ്ട് 4 തണ്ട് എടുത്ത്. ഇനി പുളിശ്ശേരി അധികം നന്നായി തിളച്ച് വരാൻ പാടില്ല. കാരണം മോരൊഴിച്ച് തിളച്ച് കഴിഞ്ഞാലത് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്ല നമുക്ക് കറിവേപ്പില ചേർത്തെടുക്കാം. ഇതിലേക്ക് 4 തണ്ട് കറിവേപ്പില എടുക്കണ്ട. ചെറിയ കറിവേപ്പില തണ്ടാണ്, അതുകൊണ്ട് 4 തണ്ട് എടുത്ത്. ഇനി പുളിശ്ശേരി അധികം നന്നായി തിളച്ച് വരാൻ പാടില്ല. കാരണം മോരൊഴിച്ച് തിളച്ച് കഴിഞ്ഞാലത് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്ല അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകും ഉലുവയും കാച്ചി ഒഴിക്കണം അല്ലമ്മേ. വറ്റൽ മുളകല്ലേ. അപ്പോൾ നമ്മൾ ഇല്ലത്തെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ, ഇത് വെളിച്ചെണ്ണ കേട്ടോ. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ നന്നായി കട്ട പിടിക്കും. ഇനി കുറച്ച് കടുക് ചേർത്തെടുക്കാം. ഇതെല്ലാം ഏകദേശം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് വറ്റൽ മുളക്. എത്ര വറ്റൽ മുളക് എടുത്തിനമ്മേ? 2 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. ഇത് പിരിയ മുളകാന്ന് തോന്നുന്നല്ലേ. ഇത് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് നമ്മൾ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കനു വന്നിട്ടുണ്ട്. അതിന് വീഡിയോയിലൊന്നും നിൽക്കൂല കേട്ടോ. ഇപ്പോൾ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. പൊട്ടിയില്ലേ? ഇത് നമുക്ക് നല്ല പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചെടുക്കാം. ഇളക്കല്ലടാ. അപ്പോൾ നമ്മളെ മോരൊഴിച്ച പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം, വെള്ളം തീരെ ചേർക്കാം. മോരൊഴിക്കുന്നുണ്ടെങ്കിൽ മോരും
അരവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തൈരാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ അമ്മേ?